വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിന് മുന്നിലേക്ക് നടക്കുന്ന യുവജന മാർച്ചാണ്, യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ്. പോലീസ് ബാരിക്കേഡ് ഉയർത്തിയ മാർച്ച് തടഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു കേരളത്തിലെ 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും അത് കരിമണൽ ലോബിക്ക് വേണ്ടി മനഃപൂർവ്വം അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറക്കാതെ വൈകിപ്പിച്ചു, അതാണ് കേരളത്തിൽ പ്രളയത്തിന് ഇടവരുത്തിയതും എന്നും അതിന് തെളിവായി നൽകിയിരുന്നത് കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും നൽകിയ ഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങളായിരുന്നു. അത് AI നിർമ്മിതമാണ് എന്നൊക്കെയുള്ള മറുപടിയും വന്നിരുന്നു. ഏതായാലും കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ചിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പോലീസ് വലിയ ബാരിക്കേഡ് ഉയർത്തി ഈ മാർച്ചിനെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കതിന്റെ വിശദാംശങ്ങൾ നോക്കാം. പാലക്കാട്ട് നിന്ന് ഷാരിഖ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ഷാരിഖ്, പാലക്കാട്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത് വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്കാണ്. മനുഷ്യനിർമ്മിത പ്രളയമാണ് 2018 സംഭവിച്ചതെന്നും ബോധപൂർവം കരിമണൽ ലോബിക്ക് വേണ്ടി ഈ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറക്കാൻ വൈകിപ്പിച്ചു എന്നൊക്കെയുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. അതിനെ തുടർന്നാണല്ലോ, അതിന്റെ ബാക്കി എന്ന നിലയിലാണല്ലോ ഈ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, UDF ചിറ്റൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂരിലെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് ആദ്യം മാർച്ച് ഇവിടെ വന്നു. മാത്യു കുഴൽനാടന്റെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ശേഷം പ്രവർത്തകർ സംഘർഷത്തിലേക്ക് കടന്നു. അത്തരം ബാരിക്കേഡ് തള്ളിമറിക്കാൻ ശ്രമിച്ചിട്ടു. ഇതിനിടെയാണ് പോലീസ് ഒരു റൗണ്ട് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചത്. വീണ്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ചിറ്റൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ മാർച്ച് നടന്ന്. മാത്യു കുഴൽനാടനാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്യു കുഴൽനാടൻ പത്രസമ്മേളനത്തിനിടെ പുറത്തുവിട്ട മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഒരു മുൻപുള്ള ഓഡിയോ ബന്ധപ്പെട്ടാണ് ഈ വിവാദം ഉണ്ടായത്. അതായത് 2018 പ്രളയം മനുഷ്യ നിർമ്മിതമാണെന്നും ഇത് അറിഞ്ഞിട്ടും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അതുപോലെ തന്നെ അന്നും മന്ത്രിയായിരുന്ന മാത്യു ടി തോമസും മിണ്ടാതിരുന്നു, മൗനം പാലിച്ചു, ആളുകളെ കൊലയ്ക്ക് കൊടുത്തു എന്നുള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇത്തരത്തിൽ UDFന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു വലിയൊരു മാർച്ച് ഇപ്പോൾ MLA ഓഫീസിലേക്ക്, അതായത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ MLA ഓഫീസിലേക്ക് ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് അന്ന് കരിമണൽ ലോബിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ വൈകിയതും അത്തരത്തിൽ മഴ വർദ്ധിച്ചതിൽ പിന്നീട് പെട്ടെന്ന് പൊടുന്നനെ ഷട്ടറുകൾ തുറന്നതിൽ കേരളത്തിലുടനീളം പ്രളയമുണ്ടായി. അത്തരത്തിൽ കരിമണൽ ലോബിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ കെ കൃഷ്ണൻകുട്ടിയും അതുപോലെ തന്നെ മാത്യു ടി തോമസും ഉൾപ്പെടെയുള്ള നേതാക്കൾ അതല്ലെങ്കിൽ ഇവർ പ്രവർത്തിച്ചത് എന്നുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജനതാദളിലെ തന്നെ ഒരു നേതാവിനോട് സംസാരിക്കുന്ന ഓഡിയോയാണ് പുറത്തുവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ഈ ആരോപണം വന്നപ്പോൾ കൃഷ്ണൻകുട്ടി പരാതി നൽകുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരാതി നൽകിയിരുന്നില്ല. അന്ന് ഈ ഓഡിയോ AI ആണ് എന്ന് പറഞ്ഞിരുന്നു, ഇത് കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് പറഞ്ഞു. എന്നാൽ ഇതുവരെ പരാതി നൽകാൻ കൃഷ്ണൻകുട്ടി തയ്യാറായിട്ടില്ല. അപ്പോൾ മാത്യു കുഴൽനാടൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് പരാതി നൽകാൻ വൈകുന്നതെന്ന്. അത്തരത്തിൽ പരാതി നൽകിയാൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് കോൺഗ്രസിന്റെ ഭീഷണി, അതുപോലെ തന്നെ വെല്ലുവിളി. അത്തരത്തിൽ ഇപ്പോഴും കൃഷ്ണൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പരാതി കോൺഗ്രസിനെതിരെ വന്നിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ചിറ്റൂരിലെ MLAയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു റൗണ്ട് ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചു കഴിഞ്ഞു. ഇനിയും പ്രവർത്തകർ പിരിഞ്ഞുപോകാൻ തയ്യാറായിട്ടില്ല. അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. UDF ചിറ്റൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധിക്കുന്നത്. അത്തരത്തിൽ അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അതുപോലെ തന്നെ മാത്യു ടി തോമസ് MLAയും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗോപികൃഷ്ണൻ. ഷാരിഖ് നവാസാണ് വിവരങ്ങൾ നൽകുന്നത്. ഷാരിഖ്, അവിടെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് പോലീസ് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായും നിലവിലൊരു സംഘർഷ സാഹചര്യം ഇപ്പോൾ അയഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ പ്രവർത്തകർ എന്നാൽ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്, പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. അത്തരത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസ് MLAയും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ പ്രവർത്തകർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. എന്തായാലും വലിയ ഒരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഉണ്ട്. ചിറ്റൂർ പോലീസ് സ്റ്റേഷന് സമീപമാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓഫീസും ഉള്ളത്.
അത്തരത്തിൽ ചിറ്റൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെയാണ് ഈ ബാരിക്കേഡ് തീർത്തിരിക്കുന്നത്. ആ ബാരിക്കേഡിനും ഇപ്പോൾ ഇതാ ഒരു പ്രവർത്തക പോലീസ് സ്റ്റേഷന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. വീണ്ടും ഒരു സംഘർഷ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.